വിഷുവിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. നന്ദൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനെപ്പം നാട്ടിൽ വരുമ്പോഴും എന്നെയും പിള്ളേരെയും കാണാനായിട്ട് അവൻ വരാറുണ്ട്. ഞാൻ അങ്ങോട്ടും പോകാറുണ്ട്. ബാംഗ്ലൂരിൽ ചിഞ്ചുവിൻ്റെ കൂടെ തന്നെയാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ വെക്കേഷൻ ഈ ഒരു ഇതൊക്കെ പറഞ്ഞ് വരും. ഒന്ന് പുറത്ത് കറങ്ങാൻ പോകാനും അതിനൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്ന് വന്നപ്പോൾ ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങളെക്കാട്ടി കൂടുതൽ ഈ ചെറിയ പിള്ളേർ പറയുന്നത് വേണമല്ലോ കേൾക്കാൻ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അതിനുശേഷം കാർത്തി ഭയങ്കര വഴക്ക്, എവിടെയെങ്കിലും വെള്ളത്തിൽ പോയി കിടക്കണം, അതും ഭയങ്കര ചൂടുള്ള സമയം. വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെയൊക്കെ ഇരുന്നതിന് ശേഷം 4 മണിയായപ്പോൾ ഇവരെ രണ്ടിനെയും കൊണ്ട് ഗ്രീൻ വാലി നമ്മുടെ അടുത്ത് തന്നെയാണ് അടൂർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കൺമണിക്കും വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പേടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ രണ്ടുപേരെയും കൊണ്ടും ഞങ്ങൾ വൈകുന്നേരമൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ചായ കുടിച്ചില്ല, ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ വെയിലത്താണെങ്കിൽ വെള്ളത്തിൽ അധികം തണുപ്പേ ഇല്ല, പിന്നെ അവിടെ അങ്ങ് ഇരിക്കാൻ വയ്യ, അതുപോലെ വെയിലും. എന്നിട്ട് നോക്കുമ്പം സ്കൂളിൽ നിന്നൊക്കെ ഈ ക്രിസ്ത്യൻ ബൈബിൾ സ്കൂളുകൾ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അവിടെ നിന്നൊക്കെ കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ടീച്ചർമാരൊക്കെ പണ്ട് നമ്മളോട് പറഞ്ഞു ഇങ്ങോട്ട് കയറ് എന്നൊക്കെ പറഞ്ഞു കുറേ വഴക്കൊക്കെ പറഞ്ഞു. പിള്ളേർ കയറത്തില്ലല്ലോ വെള്ളം കൂടെ കണ്ടു കഴിഞ്ഞാൽ. കൺമണി ഇത്ര ചെറുതായിട്ട് അതിനെ വെള്ളത്തിലിട്ടിട്ട് അതിന് ഒരു തരത്തിൽ അത് കയറത്തില്ല. എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇരുത്താനൊക്കെ നോക്കി, പക്ഷേ അവരുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ നനഞ്ഞില്ല, കുറച്ച് ജസ്റ്റ് കാല് മാത്രം കുറച്ച് നേരം വെള്ളത്തിലിട്ടിരുന്നു. ഈ കാല് വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞാലും ഇപ്പം തന്നെ അത് ഉണങ്ങും, കാരണം അത്രയും ചൂടുണ്ട്. ആ ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനും പറ്റുന്നുണ്ടാവുമല്ലോ. പിന്നെ ചെറിയൊരു പൂൾ ഏരിയ, ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയം അങ്ങനെയൊക്കെ ഉള്ളതാണേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ കാണാം ഒരുത്തൻ കയറിയിട്ട് ഇതിലേക്കൂടെ വരുന്നു. അവൻ നിരങ്ങിയിട്ടൊന്നും, ഞാൻ കുറേ നേരമായിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അവനോട് പറഞ്ഞു ചേച്ചി നന്നായിട്ട് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷെ ആളെ കാണുന്നില്ല, അവിടെ സ്റ്റക്കായി. ഇതിനൊന്നും നിരങ്ങിയൊന്നും വരുന്നില്ല ആശാൻ. അങ്ങനെ പിന്നെ അവനും നന്ദുവും കാർത്തിയും കൂടെ അതിലൊക്കെ കയറി. വലിയവർക്ക് ഇങ്ങനെയുള്ള വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ല അവിടെ. ചെറിയ പിള്ളേർക്കൊക്കെ ഒരു രസം വെള്ളത്തിൽ കിടന്ന് ചാടാനൊക്കെ. പിന്നെ കൺമണിക്ക് തന്നെ ഇറങ്ങി നിൽക്കാനുള്ളതല്ല, ഭയങ്കര കുറച്ചുകൂടെ ആഴമുണ്ട്. എന്തായാലും പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് അടിക്കലാണല്ലോ സ്ഥിര ഏർപ്പാട്. അങ്ങനെ പിന്നെ നമ്മൾ പത്തനാപുരത്ത് അംബാസഡറിൽ വന്ന് ചെറുതായിട്ട് സ്നാക്കൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.